യെസ്, നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, സെക്കൻഡ് യൂണിറ്റ്. ബേസിക് കോസ്റ്റ് കൺസെപ്റ്റ്സുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നോക്കുന്നത്. നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് എല്ലാ 3 ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജർ ഡിസിഷൻ ആണ്. ഒരു മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കുവാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷനും കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷനും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷനും അവർക്ക് ആവശ്യമാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ടേംസ് മറ്റു കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കുക, നീഡ് ഫോർ കോസ്റ്റ് ഡാറ്റ. കോസ്റ്റ് ഡാറ്റ അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും മറ്റൊന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തായിരിക്കും? സർവീസ് ആയിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കൂ, എയിം ടു മേക്ക് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനെ കുറിച്ച് നോക്കൂ. എയിം ടു മേക്ക് എ പ്രോഫിറ്റ് ബൈ നോയിങ് ദെയർ കോസ്റ്റ് ടു സെറ്റ് അപ്രോപ്രിയേറ്റ് പ്രൈസസ്. കോസ്റ്റ് ഡാറ്റ ഈസ് എസെൻഷ്യൽ ഫോർ ഡിസിഷൻസ് ലൈക്ക് ആഡിങ് ഓർ ഡ്രോപ്പിംഗ് പ്രൊഡക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഹൗ പ്രോഫിറ്റ് മേ ചേഞ്ച്. അതായത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന് കോസ്റ്റ് ഡാറ്റയുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പല കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അവർക്ക് എന്താണ് കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൈസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അവർക്ക് എന്താണ് പല ഡിസിഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മേക്ക് ഓർ ബൈ, അല്ലെ? ആഡിങ് ഓർ ഡ്രോപ്പിംഗ്, അതായത് പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണോ ഡ്രോപ്പ് ചെയ്യണോ നിലവിലുള്ള പ്രൊഡക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണമെങ്കിൽ, അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഇൻഫർമേഷൻ അറിയണം? കോസ്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് അറിയണം. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും ഓരോ രീതിയിലാണ് എന്ത് കോസ്റ്റ് ഡാറ്റ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് സ്ഥാപനമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും മറ്റൊന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ആണ്. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് സർവീസ് പ്രൊവൈഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ചാരിറ്റി അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, ട്രസ്റ്റ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം ലാഭത്തിലധികം എന്താണ് അപ്പുറത്തേക്ക് അവരുടെ ലക്ഷ്യം എന്താണ്? സേവനങ്ങൾ നൽകുക, സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവർക്കും കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. എന്തിനാണ് അവർക്ക് കോസ്റ്റ് ഡാറ്റ ഹെൽപ്പ് ഡിറ്റർമൈൻ നീഡ് ഓഫ് ഫണ്ടിങ് ആൻഡ് ഗൈഡ്സ് മാനേജ്മെന്റ് ഇൻ ചൂസിങ് എഫിഷ്യന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ അതായത് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള എത്രത്തോളം ഫണ്ടിങ് അവർക്ക് ആവശ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അവരുടെ കോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ആ ആൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനത്തെ തീരുമാനങ്ങൾക്ക് എടുക്കുവാൻ അവർക്ക് കോസ്റ്റ് ഡാറ്റ ആവശ്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ആ 2 ടൈപ്പ് സ്ഥാപനങ്ങൾക്കും എന്ത് ആവശ്യമുണ്ട്? കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. ക്ലിയർ? ഇനി നോക്കൂ, അടുത്ത നോക്കൂ, യൂസ് ഓഫ് കോസ്റ്റ് ഡാറ്റ ഇൻ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് കോസ്റ്റ് ഡാറ്റ എങ്ങനെയൊക്കെയാണ് ഉപകാരപ്രദമാവുന്നത്? ഒന്ന്, ടു ഡിറ്റർമൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതായത് ഹെൽപ്പ് ഐഡന്റിഫൈ വെദർ ദ ഓർഗനൈസേഷൻ ഈസ് മേക്കിംഗ് മണി ഓർ ലോസിങ് മണി ഓവർ എ സ്പെസിഫിക് പീരീഡ്. ഒരു എന്താണ് അക്കൗണ്ടിങ് ഇയറിൽ ആ ഒരു സ്ഥാപനം എന്താണ് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അതോ അവർ സ്ഥാപനത്തിന് നേരിടേണ്ടി വരുന്ന നഷ്ടമാണോ എന്ന് അത് മനസ്സിലാക്കുവാൻ എന്ത് സഹായിക്കും? കോസ്റ്റ് ഡാറ്റ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന് കോസ്റ്റ് ഡാറ്റയുടെ നിർബന്ധമാണ്. നമുക്ക് കോസ്റ്റ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഡാറ്റ അറിഞ്ഞാൽ മാത്രമേ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. പിന്നെന്താ അടുത്ത ആവശ്യം? ഫോർ പ്ലാനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്, അല്ലെ? ഫോർ പ്ലാനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. നോക്കൂ, അസിസ്റ്റ് ഇൻ സെറ്റിംഗ് ഗോൾസ് ആൻഡ് മെഷറിംഗ് ഹൗ വെൽ ദ ഓർഗനൈസേഷൻസ് അച്ചീവിംഗ് ദോസ് ഗോൾ. അതായത് ഓരോ ഓർഗനൈസേഷന് അവരുടെ ഗോൾ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഗോൾ എത്രത്തോളം അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? ഈ കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടാർഗറ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യും, അല്ലെ? എന്നതിന് ശേഷം അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വലുമായി കമ്പയർ ചെയ്തിട്ടാണ്.
ആക്ച്വലുമായി നമ്മൾ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ വേരിയേഷൻസിനുള്ള റീസൺ നമ്മൾ മനസ്സിലാക്കുന്നു, അതിന് കറക്റ്റ് ആക്ഷൻസ് എടുക്കുന്നു, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? കോസ്റ്റ് ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ടു കൺട്രോൾ കോസ്റ്റ്, അല്ലെ? മറ്റൊരാവശ്യം എന്താണ്? നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള പോക്കറ്റിൽ നിന്നും ഉള്ള പണം ചെലവാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമിത ചെലവുകൾ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ ഓട്ടോമാറ്റിക്കലി എന്താവും? കൺട്രോൾഡ് ആവും. അതുപോലെ തന്നെ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു മോണിറ്ററിങ് നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം എന്താണ്? കോസ്റ്റ് കൺട്രോൾ ഉണ്ടാവുന്നതാണ്, അല്ലെ? നമ്മൾ ആറ്റിൽ കളയുകയാണെങ്കിലും അളന്ന് കളയണമെന്നാണ് പറയാം. ഓട്ടോമാറ്റിക്കലി എന്താവും? കോസ്റ്റ് അവിടെ കൺട്രോൾ ആയിട്ട് വരും എന്നുള്ളതാണ്. നോക്കൂ, എനാബിൾ ദി ഓർഗനൈസേഷൻ ടു മോണിറ്റർ ആൻഡ് റെഡ്യൂസ് അൺനെസസറി എക്സ്പെൻസ് ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി, അല്ലെ? അതായത് അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് എക്സ്പെൻസുകൾ നമ്മുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കോസ്റ്റ് ഡാറ്റ നമ്മൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അനാവശ്യ എക്സ്പെൻസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇല്ലാതാവുന്നതാണ്. അത് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി എന്താക്കും? ഇൻക്രീസ് ചെയ്യിക്കും. ക്ലിയർ? ഇതിനടുത്ത് നോക്കൂ, ടു പ്രൈസ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അത് തന്നെ പ്രൊഡക്റ്റിനും സർവീസസിനും നമുക്ക് എന്താണ്? നമ്മൾ ഒരു സാധനം ഉത്പാദിപ്പിച്ചാൽ മാത്രം മതിയോ? സർവീസസ് നൽകിയാൽ മാത്രം മതിയോ? ആ സർവീസസിന് ഒരു ഫീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് നമുക്ക് ഇടണം, അല്ലെ? അത് ഇടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് അറിഞ്ഞിരിക്കണം. കോസ്റ്റ് അറിയാതെ, കോസ്റ്റ് മെഷർ ചെയ്യാതെ നമ്മൾ പ്രൊഡക്റ്റിന് എന്താണ് ഒരു പ്രൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സർവീസിന് ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ എന്താണ്? നമ്മുടെ നഷ്ടത്തിലേക്ക് നയിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ലാഭം ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഒരു സർവീസസിൽ നിന്നും ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഡാറ്റ നെസസറി ആണ്. ഓക്കെ. എനേബിൾ ദി ഓർഗനൈസേഷൻ ടു മോണിറ്റർ ആൻഡ് റെഡ്യൂസ് അടുത്ത പോയിന്റ് എന്താണ്? ടു പ്രൈസ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, അല്ലെ? അത് നോക്കൂ, പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു സെറ്റ് പ്രൈസ് ദാറ്റ് കവർ കോസ്റ്റ് ആൻഡ് എൻഷുർ ദി ഓർഗനൈസേഷൻ മേക്ക് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ചെലവ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഡാറ്റ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇതിനടുത്ത് എന്താണ്? ടു വാല്യൂ ഇൻവെന്ററി ആൻഡ് റിപ്പോർട്ട് എക്സ്പെൻസസ്, അല്ലെ? ഇൻവെന്ററി എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട്, മീൻസ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കാണ്. സ്റ്റോക്ക് കൃത്യമായിട്ട് വാല്യൂ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പെൻസസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. ഓക്കെ. എൻഷുർ ദാറ്റ് ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഇൻ സ്റ്റോക്ക് ആൻഡ് എക്സ്പെൻസ് ആർ ആക്യുറേറ്റ്ലി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ കിടക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂം എക്സ്പെൻസും എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. മാനേജ്മെന്റിന് കോസ്റ്റ് ഡാറ്റ ആവശ്യമുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഫോർ ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ. ഒരു ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെന്റേഷൻ ഒക്കെ കോസ്റ്റ് ഡാറ്റ നെസസറി ആണ്. എന്തിനാണ്? ഗൈഡ് എവരിഡേ ഡിസിഷൻസ് ആൻഡ് ഹെൽപ്പ് അപ്ലൈ കമ്പനി പോളിസീസ് എഫക്റ്റീവ്ലി. അപ്പോൾ കമ്പനിയുടെ പോളിസീസും കമ്പനിയുടെ ഡേ ടു ഡേ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ കോസ്റ്റ് ഡാറ്റയ്ക്ക് വളരെയധികം സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഡാറ്റ മാനേജ്മെന്റിന് എന്തിനൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ആർ ദി യൂസസ് ഓഫ് കോസ്റ്റ് ഡാറ്റ ഇൻ മാനേജ്മെന്റ്. അപ്പം ഇത് ക്ലിയർ ആണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, വായിച്ചതിന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് നോട്ട് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് കൺസെപ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് എന്ന് പറയും. ഓക്കെ. നമ്മുടെ നാട്ടില് അതുപോലെയുള്ള ഒരു സ്ഥാപനമുണ്ട്, ICWA അല്ലെ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതുപോലെ ബ്രിട്ടന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ്, അവരുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ പോപ്പുലർലി സ്വീകരിച്ചിട്ടുള്ളത്. ആ ഡെഫിനിഷൻ നോക്കാം. കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ ഓർ എസ്റ്റിമേറ്റഡ്, ഇൻകേർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ ഗിവൺ തിങ്. അതായത് ഒരു വസ്തുവിന് വേണ്ടിയിട്ട് അല്ലെ നമുക്ക് ഇൻകർ ചെയ്ത് നമുക്ക് ചെലവായിട്ടുള്ള, നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദിസ് മീൻസ് കോസ്റ്റ് ക്യാൻ റെഫർ ടു ആക്ച്വൽ ഓർ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് വെദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റിലേറ്റഡ് ടു എ ജോബ്, പ്രോസസ്, പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട്, ഒരു ജോബുമായി ബന്ധപ്പെട്ട്, ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട്, ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ. ദ ടേം കോസ്റ്റ് ഈസ് ബ്രോഡ് ആൻഡ് ക്യാൻ ചേഞ്ച് ഇൻ മീനിങ് ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ടൈം, വോളിയം, ദ സ്പെസിഫിക് ഫോം, ദ മെത്തേഡ് യൂസ്ഡ് ഓർ ദ പർപ്പസ് ഇറ്റ് സെർവ്. അതായത് നമ്മൾ ഈ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത്
എന്താണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ മീനിങ്ങിന് മാറ്റമുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വളരെയധികം മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ടൈമിന്റെ അടിസ്ഥാനത്തില്, അല്ലെ, വോളിയത്തിന്റെ അടിസ്ഥാനത്തില്, ദെൻ ഓരോരോ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തില്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ അടിസ്ഥാനത്തില്, പർപ്പസിന്റെ അടിസ്ഥാനത്തില് ഇതിന്റെ മീനിങ് പലതാണ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് കോസ്റ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ് ക്ലിയർലി സ്പെസിഫൈങ് ഇറ്റ്സ് പർപ്പസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കോസ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്ലിയർലി ഡിഫൈൻ, ക്ലിയർ ആയിട്ട് നമുക്ക് കോസ്റ്റ് എങ്ങനെ, എന്താണ് അതിന്റെ പർപ്പസ്, എന്താണ്, ഓക്കെ, എന്ത് കണ്ടീഷനിൽ ഉപയോഗിച്ചാണ് ആ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങൾ ക്ലിയർലി എന്തായിരിക്കണം, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ മീനിങ് ഓഫ് കോസ്റ്റ് വാരീസ് ആൻഡ് ഡസ് നോട്ട് റിമെയിൻ ദി സെയിം ഇൻ ഓൾ സിറ്റുവേഷൻ. അതായത് എല്ലാ സിറ്റുവേഷനിലും ഒരേ അർത്ഥമല്ല കോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന്, ആ ഒരു കൺസെപ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ തന്നെ ആ പാരഗ്രാഫിനകത്ത് പറഞ്ഞു, സമയത്തിന്, വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ, മെത്തേഡിന്റെ അടിസ്ഥാനത്തിൽ, പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിന്റെ മീനിങ് മാറ്റം ഉണ്ടെന്നുള്ളത്. അപ്പം അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഈ ടൈമിന്റെ ബേസിസ് നോക്കും. കോസ്റ്റ് മേ ബി ലോവർ ഡ്യൂറിങ് ഓഫ് പീക്ക് സീസൺ ആൻഡ് ഹയർ ഡ്യൂറിങ് പീക്ക് പ്രൊഡക്റ്റ് പീരീഡ്സ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓഫ് ഓഫ് പീക്ക് നമുക്ക് എന്താണ് അത്ര ഇതായിട്ടുള്ള സമയമല്ലാന്നായിരിക്കും. വിച്ച് മീൻസ് എന്താണ്, ഡിമാൻഡ് ഇല്ലാത്തൊരു, ഫോർ എക്സാമ്പിൾ ഒരു അംബർല എന്ന് പറയുന്ന നമ്മുടെ കൂട. ഈ കൂട എന്താണ്, വേനൽക്കാലത്ത് നമുക്ക് അതിന്റെ കോസ്റ്റ്, നമുക്ക് അതൊരു കോസ്റ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് വളരെ കുറവായിരിക്കും, അല്ലെ, ഓഫ് സീസണിൽ അതിന് കുറവായിരിക്കും. പക്ഷെ മഴക്കാലം ആകുമ്പോൾ അതിന്റെ വില എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസസിന്റെ കോസ്റ്റ് സമയത്തിനനുസരിച്ച് എന്തുണ്ടാകാം, അതിന്റെ മീനിങ്ങിന് വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ. ഇനി അടുത്ത് നോക്കൂ, വോളിയം. കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഗ്രീസ് ആസ് പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ്. അതായത് ഉൽപാദനം കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും, ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു മിഷനറി ഉപയോഗിച്ചുകൊണ്ട് 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന ചെലവ് 10,000 രൂപയാണ് എങ്കിൽ, ഒരു യൂണിറ്റിന് വരുന്ന ചെലവ് എത്രയാണ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചെലവ് എത്രയാണ്, 10 രൂപയാണ്, അല്ലെ. ഒരു മിഷനറി ഉപയോഗിച്ച് 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന ചെലവ് 10,000 രൂപയാണ്. ഓക്കെ, അപ്പം ആ മിഷനറി എന്താണ്, 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഇനി 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ആ മിഷനറിക്ക് വരുന്ന ചെലവ് സെയിം 10,000 തന്നെയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ എന്താണ്, 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ വന്നു, 20 രൂപ വന്നു, അല്ലെ. ദെൻ എന്താണ്, 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റ് എത്ര വരും, 10 രൂപ വരും. അപ്പൊ എന്താണ്, പ്രൊഡക്ഷന്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ എന്തുണ്ടാവും, കോസ്റ്റ് പെർ യൂണിറ്റിന് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ വോളിയത്തിനും എന്തുണ്ട്, കോസ്റ്റിൽ വലിയൊരു പങ്കുണ്ട്. കോസ്റ്റ് ഡിറ്റർമിനേഷനിൽ വോളിയത്തിനും ഒരു പങ്കുണ്ട്, അല്ലെ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫേം, സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ, അല്ലെ. ഡിഫറെന്റ് കമ്പനീസ് മേ ഹാവ് വാരിയിങ് കോസ്റ്റ് ഫോർ ദി സെയിം പ്രൊഡക്റ്റ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ എഫിഷ്യൻസി ഓർ ടെക്നോളജി, അല്ലെ. ഒരേ പ്രൊഡക്റ്റ് തന്നെ എന്താണ്, നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ജിയോ, എയർടെല്, BSNL, ഇങ്ങനെയൊക്കെ പറയുന്ന അവർ ഒരേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷെ അവരുടെ എന്താണ്, സർവീസ് ചാർജ് വ്യത്യാസമില്ലേ. അപ്പൊ എന്താണ്, ഓരോരോ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസിക്കും അവരുടെ എന്താണ് ടെക്നോളജിക്കും അനുസരിച്ചിട്ട് ആ കോസ്റ്റിന് എന്തുണ്ടാകാം, സെയിം പ്രൊഡക്റ്റിന് തന്നെ കോസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് വിവരിക്കുന്നത്. അടുത്ത മെത്തേഡ് നോക്കൂ. മെത്തേഡിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഡിഫർ ബേസ്ഡ് ഓൺ ദി അക്കൗണ്ടിംഗ് മെത്തേഡ് യൂസർ ലൈക്ക് മാർജിനൽ വേഴ്സസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, രണ്ട് കോസ്റ്റിംഗ് ടെക്നിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ആണെങ്കിൽ അതിന്റെ അവിടെ ആ നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് മാറ്റം ഉണ്ടാവും. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ അവിടെ ടോട്ടൽ കോസ്റ്റിന് മാറ്റം ഉണ്ടാവും. അപ്പൊ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചും കോസ്റ്റിന് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പർപ്പസിന്റെ അടിസ്ഥാനത്തിലും കോസ്റ്റിന് മാറ്റം ഉണ്ടാവാം, അല്ലേ. കോസ്റ്റ് ക്യാൻ വാരി ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ആർ കാൽക്കുലേറ്റഡ് ഫോർ ഇന്റേണൽ ഡിസിഷൻ ഓർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. അതായത് മാനേജ്മെന്റിന്റെ ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കോസ്റ്റും അതുപോലെ എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ് രണ്ടിനും വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം? ഒന്ന്, നമ്മുടെ ഇന്റേണൽ ഇൻഫർമേഷൻസ് എല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയെ തകർക്കാവുന്ന തരത്തിലുള്ള എന്താണ് പല സ്ട്രാറ്റജീസ് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാക്കുക. അപ്പം അവിടെ അതിന് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്, സമയം, വോളിയം, ഫേം, സ്ഥാപനങ്ങൾക്കനുസരിച്ച്, മെത്തേഡുകൾക്കനുസരിച്ച്, പർപ്പസിനനുസരിച്ച് അതിന് എന്തുണ്ടാവാം, ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് എന്ത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ക്ലിയർ അല്ലേ?
ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക് നോക്കുക. കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ്. നമുക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ടേം ആണ് കോസ്റ്റും എക്സ്പെൻസും, അല്ലെ? അപ്പം പലപ്പോഴും എന്താണ് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളാരാണ്? നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്. പോരാതെ നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് രണ്ടും ഒന്നല്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. കോസ്റ്റ് തന്നെ അല്ലെങ്കിൽ എക്സ്പെൻസും കോസ്റ്റും ഒന്നല്ല ശരിക്കും. അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനിയെങ്കിലും ഇതിന് ശേഷം ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് എന്താ കോസ്റ്റ് എക്സ്പെൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പോഴും കുട്ടികളോട് എന്താ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവരുത്. നമ്മൾ ഇനി എം.കോം ആണ്, അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഇങ്ങനത്തെ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നോക്കൂ, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ്. ഓക്കെ, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ആർ terms business used to describe the money spent on something. However, there is a difference between cost and expense. അപ്പോൾ ചുരുക്കി കോസ്റ്റിനെയും എക്സ്പെൻസിനെയും നമുക്ക് എന്താ പറയാം, എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പണം തന്നെയാണ്. ബിസിനസിനെ സംബന്ധിച്ചോളം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് എന്താണ്, സ്പെൻഡിങ് തന്നെയാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും സ്പെൻഡിങ് തന്നെയാണ്. പക്ഷേ അവ തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് നോക്കുക. കോസ്റ്റ് ആർ എസെൻഷ്യൽ ഫോർ പർച്ചേസിങ് ആൻ അസറ്റ്. ഒരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ശരിക്കും എന്ത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസിങ് എ ന്യൂ കമ്പ്യൂട്ടർ. ഫോർ നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അതെന്താണ്, അതാ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ആണ്. ഓക്കെ, വേറാസ് എക്സ്പെൻസസ് ആർ ഫോർ നെസസറി പേയ്മെന്റ് ടു ജനറേറ്റ് റവന്യൂ. എന്നാൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിനകത്ത് നടക്കുന്ന നെസസറി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന നെസസറി പേയ്മെന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പീരിയോഡിക് പേയ്മെന്റ്സ് ആണെന്ന് ചുരുക്കി പറയാം. ഫോർ എക്സാമ്പിൾ, ഈ കോസ്റ്റിൽ നിന്നും കിട്ടുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ കോസ്റ്റിൽ നിന്നും കിട്ടുന്നതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കാലത്തേക്കാണ്. മെഷീനറി വാങ്ങുന്നു, അതൊരു കോസ്റ്റ് ആണ്. അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് ആണ് ശരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു നീണ്ട കാലത്തേക്ക് കിട്ടും. അപ്പൊ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എക്സ്പെൻസിന്റെ ബെനിഫിറ്റ്? സാലറി. ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള പീരിയോഡിക് ചാർജ് ആണ് അത്. അപ്പൊ ആ പീരീഡിലേക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പൊ അത് എന്താണ്, അത് റവന്യൂ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചെലവ്, എന്താണ് പേയ്മെന്റ് ആണ് ശരിക്കും എന്ത് പറയുന്നത്, എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദ അഡ്വാൻറ്റേജ് ഓഫ് അടുത്ത പോയിന്റ് നോക്കൂ. വെൻ ദ അഡ്വാൻറ്റേജ് ഓഫ് ദി റിസോഴ്സസ് ഫോർഗോൺ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ, ഇറ്റ് ഈസ് referred to as expenses. However, the cost is when business sacrifice resources with no chance of future gain. അതായത് എന്താണ്, നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കേണ്ട when the advantage of the resources foregone can be achieved in future, it is referred as expenses. However, the cost is when business sacrifice resources with no chance of future gain. അതായത് ഈ ഒരു സെന്റൻസ് നേരെ ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. സെന്റൻസ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു എന്താണ്, ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ സെന്റൻസ് ഞാൻ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ നമുക്ക് കോസ്റ്റ് എന്ന് വിളിക്കാം. എന്നാൽ ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഗുണം ഉണ്ടാകുന്നുണ്ട്, എന്താണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, അതിനെ നമുക്ക് എക്സ്പെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ കോസ്റ്റ് ഈസ് ബൈ നേച്ചർ വൺ ടൈം പേയ്മെന്റ് വേറാസ് എക്സ്പെൻസ് ഒക്യൂർ ഫ്രീക്വന്റ്ലി. അപ്പൊ അതുകൊണ്ടാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വൺ ടൈം പേയ്മെന്റ് ആണ്. ഓക്കെ, വൺ ടൈം പേയ്മെന്റ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഫ്രീക്വന്റ്ലി ഒക്യൂർ ചെയ്യുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാലറി കൊടുത്തു എന്ന് പറയുന്നത്, അല്ലെ, സാലറി കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും സാലറി കൊടുക്കേണ്ടി വരും. ഫ്രീക്വന്റ്ലി സാലറി കൊടുക്കേണ്ടി വരും. കമ്മീഷൻ, മറ്റേ റെന്റ് പേയ്മെന്റ്, അല്ലെ, ഇതൊക്കെ നമുക്ക് ഫ്രീക്വന്റ്ലി വരുന്നതാണ്. പക്ഷെ എല്ലാ മാസവും നമ്മൾ പോയിട്ട് മെഷീനറി വാങ്ങുമോ? എല്ലാ മാസവും പോയിട്ട് അസറ്റ് വാങ്ങുമോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ്, കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിക്കവാറും അത് എന്താണ്, വൺ ടൈം പേയ്മെന്റ് ആയിരിക്കും. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി കോസ്റ്റ് ബിലോങ് ഓൺ ദി ബാലൻസ് ഷീറ്റ്. കോസ്റ്റ് നമ്മൾ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. എന്നാൽ എക്സ്പെൻസിന് നമ്മൾ എവിടെ കാണിക്കുക? എക്സ്പെൻസിന് നമ്മൾ കാണിക്കുക എവിടെ ആയിരിക്കും? എക്സ്പെൻസ് നമ്മൾ കാണിക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലായിരിക്കും. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ എന്ത് കാണിക്കുക? എക്സ്പെൻസിനെ കാണിക്കുക. ഓക്കെ, ദെൻ കോസ്റ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി അഫക്ട് ദി കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി.
എക്സ്പെൻസ് ഡയറക്ട്ലി അഫക്ട് ദി കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ എന്ത് ചെയ്യും, ഡയറക്റ്റ് നേരിട്ട് അഫക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് വാങ്ങിയത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിനെ കാണിക്കില്ല, പെട്ടെന്ന് കാണിക്കില്ല. നമ്മൾ അതിന്റെ ഒരു പോർഷൻ, സർട്ടൻ പോർഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നല്ലാതെ ആ ഹോൾ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കില്ല. പക്ഷെ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഹോൾ എമൗണ്ട് കാണിക്കും. പ്രോഫിറ്റബിലിറ്റിയെ വലിയൊരു തോതിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ത്, ഈ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? സോറി, എക്സ്പെൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ എന്താണ് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇതിനെ അത് അങ്ങനെയായിട്ട് ബാധിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്? എ കോസ്റ്റ് ടിപ്പിക്കലി റെഫേഴ്സ് ടു ദ പ്രൈസ് പെയ്ഡ് ടു അക്യൂർ an asset, while an expense is an ongoing expense such as an employee salary or rent on retail spaces. അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, ഒരു അസറ്റ് അക്യൂർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള പ്രൈസ് പേയ്മെന്റിനെയാണ് നമുക്ക് കോസ്റ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഓൺഗോയിങ് എക്സ്പെൻസ് ആണ്, ഫ്രീക്വന്റ്ലി നമുക്ക് ഇൻകർ ചെയ്യുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് എന്ന കൺസെപ്റ്റ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റും ആൻഡ് ലോസ്. കോസ്റ്റും ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോസ്റ്റ് ലോസ് ഒന്നാണോ? കോസ്റ്റ് ലോസും ഒന്നല്ല. ഓക്കെ, കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഓൾറെഡി പറഞ്ഞു, ഫ്യൂച്ചറിൽ നമുക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ അതിൽ നിന്നും? നമുക്ക് അതിൽ നിന്നും റിട്ടേൺ ഉണ്ടാവുന്നില്ല. ഓക്കെ, എന്താണ് 6th പോയിന്റ്? 5 6th പോയിന്റ് എന്ത് 6th പോയിന്റ്? അതൊന്ന് മെസ്സേജ് കംപ്ലീറ്റ് ആക്കി പറയൂ കേട്ടോ, എന്നാലേ പറയാൻ സാധിക്കുള്ളൂ. 1 2 3 4 5 6 ആറാമത്തെ പോയിന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എക്സ്പെൻസ് ജനറേറ്റ് റവന്യൂ ആൻഡ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ ബിസിനസ് ടാക്സ് റിട്ടേൺ. ഓക്കെ, അതാണോ? യെസ്, പറയാം. എക്സ്പെൻസ് ജനറേറ്റ് റവന്യൂ ആൻഡ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം യുവർ ബിസിനസ് ടാക്സ് റിട്ടേൺ. ഇൻ കോൺട്രാസ്റ്റ് കോസ്റ്റ് ഡു നോട്ട് അഫക്ട് ടാക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ നേരത്തെ 7th പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് എക്സ്പെൻസ് എന്ന് പറയുന്നത്, എക്സ്പെൻസുകൾ ഉണ്ടാകും തോറും നമ്മുടെ പ്രോഫിറ്റ് എന്താകും, ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് കുറഞ്ഞു വരിക ചെയ്യാം, അല്ലേ? അപ്പോൾ അത് പ്രോഫിറ്റ് കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ, കാരണം പ്രോഫിറ്റിന് മുകളിലാണ് ഒരു ബിസിനസ് ടാക്സ് നൽകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ടാക്സ് കുറയും. ക്ലിയർ? എന്നാൽ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്ന ഒരു ഐറ്റം അല്ല, അവിടെ കാണിക്കുന്ന ഐറ്റമാണ്, ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ കോസ്റ്റിനെ കൊണ്ട് നമുക്ക് എന്തുണ്ടാകുന്നില്ല, ഈ ഒരു ടാക്സിൽ ഒരു നേരിട്ടുള്ള എഫക്റ്റ്, ഡയറക്റ്റ് എഫക്റ്റ് കോസ്റ്റ് പ്രോഫിറ്റിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആറാമത്തെ പോയിന്റിൽ പറയുന്ന പോയിന്റ് അതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഓക്കെ, ക്ലിയർ ആയി. ഇനി കോസ്റ്റ് ആൻഡ് ലോസ് നോക്കുക. കോസ്റ്റ് ആൻഡ് ലോസ് ഞാൻ പറഞ്ഞു, കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കൂ. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ലോസ്. യു നോ ദാറ്റ് കോസ്റ്റ് സിഗ്നിഫൈ ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റെക്കറിങ് സം ബെനിഫിറ്റ് ടു ദി എന്റർപ്രൈസ്. അതായത് ഒരു സ്ഥാപനത്തിന് ചില ബെനിഫിറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇൻകർ ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ത്, എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് നോ ബെനിഫിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ, ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമുക്ക് ഒരു ഗുണം, ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ലോസ് എന്ന് വിളിക്കാം. അപ്പം ബെനിഫിറ്റ് ഉണ്ടാക്കാത്ത, ഫോർ എക്സാമ്പിൾ നോക്കി, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ, അല്ലെ? എന്ന് പറഞ്ഞാൽ തീപിടുത്തം കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള മെറ്റീരിയലിന് ചെലവാക്കിയ കോസ്റ്റ്. അപ്പോൾ അത് മെറ്റീരിയൽ എന്ന് പറയുന്നത്, മെറ്റീരിയലിന് വേണ്ടി, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയ എമൗണ്ട് കോസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് കത്തിപ്പോയി, അപ്പോൾ അത് എന്തായിട്ട് മാറുന്നു, അത് ലോസ് ആയിട്ട് മാറുന്നു, അല്ലെ? ദെൻ സാലറി പെയ്ഡ് ടു ഫോർമാൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് സ്ട്രൈക്ക് എക്സെട്ര. അതായത് ബിസിനസ്സിനകത്ത് ചിലപ്പോൾ സ്ട്രൈക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ചിലപ്പോൾ എന്താവാം, നാച്ചുറൽ കലാമിറ്റീസ് കാരണം കുറച്ച് ദിവസങ്ങളോ എന്താണ് ഓഫ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും അവരുടെ എന്താണ്, അവർ ഐഡിയലാണ്, അവർ വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ഏത്ത സമയത്ത് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, ഒരു ലോസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ലോസ് എന്താണ്, കോസ്റ്റ് എന്താണ്, ഇത് രണ്ടും രണ്ടാണ്. രണ്ടാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടേം. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്.
കോസ്റ്റിനെ നമുക്ക് പ്രധാനമായിട്ടും 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ 6 ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഓരോന്നിനും ഉള്ളിലും വീണ്ടും വീണ്ടും അതിന് സെപ്പറേറ്റ് മീൻസ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 6 ക്ലാസിഫിക്കേഷൻ 6 ഹെഡ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ച സംഭവം തന്നെയാണത് അല്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ഏത് സെമസ്റ്ററിലായിരുന്നു? 4th സെമസ്റ്ററിലല്ലേ ഡിഗ്രി 4th സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ സംഭവം. വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല മനസ്സിലാക്കാൻ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വേർഡിൽ പറഞ്ഞ് പോവാം. ഒന്ന് നോക്കി, അക്കോർഡിംഗ് ടു ദി ഫങ്ഷൻസ് ടു വിച്ച് ദേ റിലേറ്റ്, അതായത് എന്താണ് അക്കോർഡിംഗ് ടു ദി ഫങ്ഷൻസ് ടു വിച്ച് ദേ റിലേറ്റ് എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷൻ എന്നും പറയാം. ഓക്കെ, അപ്പോ നോക്കൂ, ഗ്രൂപ്പ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ റോൾ വിത്തിൻ എൻ ഓർഗനൈസേഷൻ. ആ ബിസിനസ്സിനകത്ത് ആ കോസ്റ്റിന്റെ റോളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്? പ്രൊഡക്ഷൻ അല്ലെ, മാനുഫാക്ചറിങ് ഒരു ഫംഗ്ഷൻ ആണ്, അഡ്മിനിസ്ട്രേഷൻ ഒരു ഫംഗ്ഷൻ ആണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷണൽ വൈസ് എന്താണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് എത്ര ഫംഗ്ഷൻ ഉണ്ടോ അത്രയും ഫംഗ്ഷൻ, ആ ബിസിനസ് എത്ര ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടോ അത്രയും ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രധാനപ്പെട്ട എന്താണ്? ഒന്ന് മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. ഓക്കെ, എന്താ മാനുഫാക്ചറിങ് കോസ്റ്റ്? എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഇൻ ഫാക്ടറി. ഒരു ഫാക്ടറിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് എന്ന് വിളിക്കുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് കോസ്റ്റുകളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ് വരാം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരാം, ഓവർഹെഡ് കോസ്റ്റുകൾ വരാം. അപ്പൊ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ന് വിളിക്കുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ബിസിനസ്സിന് എന്താണ്, മാനുഫാക്ചറിങ് മാത്രം ഉണ്ടായാൽ പോരാ, സെയിൽസ് മാത്രം ഉണ്ടായാൽ പോരാ, ബിസിനസിന്റെ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളും കൂടി നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എക്സ്പെൻസ് റിലേറ്റഡ് ടു ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഓവറോൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചെലവിനെയാണ് കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? സാലറി ഫോർ ഓഫീസ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, ഓഫീസ് ബിൽഡിങ്ങിന് കൊടുക്കുന്ന സാലറി, പിന്നെന്താ ഓഫീസ് ഫർണിച്ചറിന് വരുന്ന റിപ്പയറും ഡിപ്രീസിയേഷനും ഒക്കെ എന്തായിട്ട് കണക്കാക്കാം? അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കാം. അടുത്താണ് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ്റ്റ് ഇൻകേർഡ് ടു സെൽ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് സെയിൽസ് നടത്തുവാൻ വേണ്ടി നടത്തുന്ന പോയിന്റിൽ നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എന്താണ് എക്സാമ്പിൾ? കോസ്റ്റ് ഓഫ് വെയർ ഹൗസിംഗ് പ്രൊഡക്റ്റ്, അതായത് സെയിൽസ് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും അല്ലെ, ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. പിന്നെ എന്താണ്? അഡ്വർടൈസിങ് ചെയ്യേണ്ടി വരും അല്ലെ, സെയിൽസ്മാന് സാലറി കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതൊരു ഫങ്ഷണൽ കോസ്റ്റ് തന്നെയാണ് കേട്ടോ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരുമിച്ചാണ് പറയാറുള്ളത് സാധാരണ. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നോക്കൂ, കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഡെലിവറിങ് പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. അതായത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എവിടെ എത്തണം? കസ്റ്റമറുടെ ഹാൻഡിൽ എത്തണം, കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തണം. കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് ഡെലിവറി കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എന്താണ്? അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പാക്കിംഗ് വേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, എന്താണ് ഫ്ലൈറ്റ് ചാർജ് വേണ്ടി വരും, ഇൻഷുറൻസ് വേണ്ടി വരും. ഓക്കെ, അപ്പൊ അതെല്ലാം കൂടി ചേർത്താണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷൻ. ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ട് വരുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഓക്കെ, സിമ്പിൾ ആണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്താണെന്ത്? ഓൺ ദ ബേസിസ് ഓഫ് ഐഡന്റിഫൈബിലിറ്റി വിത്ത് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചിട്ട് അല്ലെ. അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണോ, അതിന്റെ പ്രൊഡക്റ്റിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത കോസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രണ്ടായിട്ടാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് കോസ്റ്റും. അതായത് നോക്കൂ, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഈസിലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് പ്രൊഡക്റ്റ്, ജോബ്, പ്രോസസ് അതായത് ഒരു പ്രോഡക്റ്റ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കോസ്റ്റ് അതിനകത്ത് ഉണ്ട് അല്ലേ എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. ഡയറക്റ്റ് കോസ്റ്റ് ആർ കോസ്റ്റ് വിച്ച് ഇസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു എ പ്രോഡക്റ്റ് എന്ന് പറയാം. നമുക്കൊരു പ്രോഡക്റ്റിലെ നേരിട്ട് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ് ആ കോസ്റ്റ് നമുക്ക് ഈസിലി ഐഡന്റിഫയബിൾ ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെ ഈസിലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക്
എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ ഡയറക്റ്റ് കോസ്റ്റിനെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ വരുന്നതാണ് എന്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രൊഡക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്തിട്ടുണ്ട്. അത്തരം കോസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദോസ് കോസ്റ്റ് വിച്ച് കനോട്ട് കൺവീനിയൻലി ബി ഐഡന്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെന്റർ ആർ നോൺ ആസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലോ അല്ലെങ്കിൽ കോസ്റ്റിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലോ നമുക്ക് നേരിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും, കൺവീനിയൻലി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചെലവുകളെയാണ് എന്ത് വിളിക്കുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഫാക്ടറിയിലുള്ള മാനേജർക്ക് കൊടുക്കുന്ന സാലറി, ഫാക്ടറിയുടെ റെന്റ്, അല്ലെ, മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ചാർജ്, ഇതൊന്നും നമുക്ക് പ്രൊഡക്റ്റ് നോക്കി മനസ്സിലാവും. കാരണം ആ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ വരുന്ന പ്രൊഡക്റ്റ് നോക്കി നമുക്ക് എന്താണ് ആ പ്രൊഡക്റ്റിലെ റോ മെറ്റീരിയൽ കാണാൻ പറ്റും അല്ലെ. ആ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിലപ്പോൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ലേബേഴ്സിനെ നമുക്ക് അതിൽ പരിഗണിക്കാം. പക്ഷെ നേരിട്ട് പങ്കെടുക്കാത്ത ലേബേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലെ, നേരിട്ട് മിഷനറി ഉണ്ടാവുമല്ലോ, മിഷനറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഡിപ്രീസിയേഷൻ ചാർജ് അതിൽ നിന്നും അങ്ങനെ. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റിന് നമുക്ക് കോമൺലി നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ഓവർ ഹെഡ് എന്നുള്ളത് കേട്ടോ. ഓവർ ഹെഡ് അതായത് ഡയറക്റ്റ് അല്ലാത്ത ഡയറക്റ്റ് ഹെഡുകൾ ഉണ്ട്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് ഹെഡുകൾക്ക് പുറമേയുള്ള ഹെഡ്സ് അതിനെയാണ് എന്ത് വിളിക്കുന്നത് ഓവർ ഹെഡ്. ആ പേര് തന്നെയുണ്ട് ഓവർ ഹെഡ്, ഓവർ ദി ഹെഡ്സ് എന്ന് പറയാം. അതായത് നമ്മളുടെ മെയിൻ ഹെഡുകളായിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡുകൾക്ക് പുറമേയുള്ള എക്സ്പെൻസുകൾ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിന് അങ്ങനെ ഒരു പേരും ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് പ്രധാനപ്പെട്ട ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കോസ്റ്റ് ബേസ്ഡ് ഓൺ വേരിയബിലിറ്റി. വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. അതിന് അതായത് വേരിയബിലിറ്റി മീൻസ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്പ് കോസ്റ്റ്, പിന്നെന്താണുള്ളത്, അങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നാലായിട്ടാണ് വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലെന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ വോളിയം, ദോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഡിഗ്രീസ് ആസ് പ്രൊഡക്ഷൻ ഇൻക്രീസ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ വോളിയം കൂടിയാലും കുറഞ്ഞാലും അതിന്റെ കോസ്റ്റ് ടോട്ടലിൽ എന്തുണ്ടാവില്ല, യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ എന്താണ് പെർ യൂണിറ്റ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മെഷീനറി ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വരുന്ന ചെലവ് 10,000 രൂപയാണ്. ഓക്കെ, അപ്പൊ ആ മെഷീനറി ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു മാസം 10,000 രൂപ നമുക്ക് മെഷീനറിക്ക് റെന്റ് വരുന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ കൂടുന്തോറും നമുക്ക് എന്താണ് ഓരോ യൂണിറ്റ് പ്രൊഡക്റ്റിന് വരുന്ന ചെലവ് കുറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10,000 യൂണിറ്റ് ആണ് നമുക്ക് വരുന്ന ചെലവ് അല്ലെ. എന്തോ ഒരു മെഷീനറി ഉപയോഗിക്കാൻ റെന്റ് ആയിട്ട് വരുന്നത് 10,000 രൂപയാണ്. ആ മെഷീനറിയിൽ നിന്ന് 1000 യൂണിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപ മതി. ആ മെഷീനറിയിൽ നിന്നും 2000 യൂണിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റിന് 5 രൂപ ചെലവ് വരുള്ളൂ. അപ്പൊ എന്താണ് ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത? അതെന്താണ്, ടോട്ടലില് കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും, പക്ഷേ പെർ യൂണിറ്റിൽ എന്താണ് വേരി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത. ഓക്കെ, അതായത് ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ വോളിയത്തിന്റെ ചേഞ്ചിനനുസരിച്ച് എന്തുണ്ടാവില്ല, ചേഞ്ചസ് ഉണ്ടാവില്ല എന്റെ ഫിക്സഡ് കോസ്റ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, ഫിക്സഡ് കോസ്റ്റിന്റെ ഡയഗ്രാം ഇതാ. ഫിക്സഡ് കോസ്റ്റ് ബിഹേവിയർ, അതായത് 100 യൂണിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ 2 രൂപയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ് ഉത്പാദിപ്പിച്ചാലും എന്താണ് ആ 2 രൂപ അല്ലെങ്കിൽ 1 രൂപ, ഒന്നിനും രണ്ടിനും ഇടയ്ക്കല്ലേ, അപ്പൊ 1 രൂപ. അപ്പൊ 100 യൂണിറ്റ് ഉത്പാദിപ്പിച്ചാലും 1 രൂപയാണ്. 200 യൂണിറ്റ് ഉത്പാദിപ്പിക്കുന്ന സമയത്തും സെയിം അല്ലെ, 300 ആയാലും 400 ആയാലും. അപ്പൊ എന്താണ്, അത് എക്സ് ആക്സിസ്, ഈ ഭാഗത്തിന് എന്താ വിളിക്കുക, ഇത് വൈ ആക്സിസും ഇതെന്താണ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിന് കറക്റ്റ് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും എന്തുണ്ടാവുക, നമുക്ക് ഫിക്സഡ് കോസ്റ്റിന്റെ ലൈൻ ആയിട്ട് പോവുക. എന്നാൽ എന്താണ്, അതിന് ചേഞ്ച് ഇല്ല എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈനൊക്കെ വരച്ചു വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.